എന്താണ് ഇതിന് HbA1c ആയിട്ട് ബന്ധം? ഞാൻ HbA1cയിലല്ലേ തുടങ്ങിയത്. HbA1cയിൽ തുടങ്ങിയിട്ട് ഗ്ലൈക്കേഷനിലേക്ക് പോയി. എന്തിനാണ് ഇങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും അഫക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കേഷൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രക്തത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഗ്ലൂക്കോസ് ഈ പ്രോട്ടീനുകളുമായിട്ടും ഒക്കെ യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ ഫങ്ഷൻ, അതിന്റെ ടെക്സ്ചർ ഒക്കെ വ്യത്യാസം വരത്തില്ലേ? അങ്ങനെ വ്യത്യാസം വരുത്തുമ്പോൾ അത് ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ അതിനെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. അത് ആൽബുമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ആൽബുമിൻ എന്ന് പറയും. ഹീമോഗ്ലോബിനെ മാത്രമാണോ ഷുഗർ എഫക്ട് ചെയ്യുന്നുണ്ടാവുക? അല്ല, എല്ലാ കോശങ്ങളെയും എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പലതരത്തിലുള്ള സന്തുലനാവസ്ഥയ്ക്കും അപകടം സംഭവിക്കാം. ഹോർമോണുകളെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോർമോണിന്റെ റിസപ്റ്ററുകളെ എഫക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ടെസ്റ്റാണ് HbA1c. ഇതിനെ ചെറുതായിട്ട് കാണരുത്. ജസ്റ്റ് ഒരു പ്രമേഹം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ആക്യുറസി എത്രയാണ്? HbA1c 6 എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഏജിങ് ആർക്കൊക്കെ ഉണ്ടോ, പ്രായം ആർക്കൊക്കെ കൂടുന്നുണ്ടോ, അവർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ HbA1c ടെസ്റ്റ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കണ്ടു. എന്താണ് HbA1c ടെസ്റ്റ്? ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ശരിയായ കാര്യങ്ങൾ അറിയാം, ഒരുപാട് ആൾക്കാർ ഇതിനെ തെറ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആ തെറ്റിദ്ധാരണ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു HbA1c കറക്റ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ തന്നെ HbA1cയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഗ്ലൈക്കേഷൻ എന്നറിയുന്നതാണ്. ഗ്ലൈക്കേഷൻ എന്താണ്? ഒരുപക്ഷെ ഗ്ലൈക്കേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും പല രീതിയിൽ കണ്ടതായിരിക്കാം. നമ്മള് അടുക്കളയിൽ, നമ്മുടെ സ്വന്തം അടുക്കളയിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഹോട്ടലിന്റെ മുന്നിൽ കൂടി പോകുന്ന സമയത്ത് അവിടെ നടക്കുന്ന ചില പ്രോസസ്സുകളിൽ ഒന്നാണ് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിനെ കൂടുതലായിട്ട് ചൂടാക്കുന്നു. ആ ചൂടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഭക്ഷണത്തിന്റെ തന്നെ സ്മെല്ല് അല്ലെങ്കിൽ അതിന്റെ ഒരു കരിഞ്ഞ ഗന്ധം ഒക്കെ നമ്മുടെ മൂക്കിലേക്ക് കയറുന്നുണ്ടാവും. നമുക്ക് കാണാനും പറ്റും ആ ഒരു രീതിയിൽ തന്നെ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നടക്കുന്ന ചില പ്രോസസ്സ് ഉണ്ട്. അതിലൊന്നാണ് കാരമലൈസേഷൻ, മറ്റൊന്നാണ് മല്ലിയാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് എന്താ പെട്ടെന്ന് പറ്റുക വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു ചുവപ്പ് കളർ അല്ലെങ്കിൽ ഒരു ഒരു ബ്രൗണിഷ് കളർ പെട്ടെന്ന് വരും ഭക്ഷണത്തിന്. ഈ കാരമലൈസേഷൻ കൂടുതലായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈവൻ പായസത്തിന് പോലും ഒരു ചെറിയ ചുവപ്പ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്നാൽ ഉള്ളി, സവാള അല്ലെങ്കിൽ മറ്റു ചില ഭക്ഷണ സാധനങ്ങൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനെ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ കാരമലൈസേഷൻ പൊതുവെ ഗ്ലൂക്കോസിൽ മാത്രമാണ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൽ മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഈ മല്ലിയാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഭക്ഷണത്തിൽ പ്രോട്ടീനും അതുപോലെ തന്നെ ഷുഗറും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ചൂട് കൂടി ഉണ്ടാകുമ്പോഴാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മെല്ലൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് വളരെ വ്യാപകമായിട്ട് ഇന്ന് കുക്കിംഗ് അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പല ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരോമ, അതുപോലെ തന്നെ ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ശരിക്കും ഇമ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കണ്ണിന് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിറം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേസമയത്ത് ഈ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്തും നടക്കും, ശരീരത്തിനകത്തും നടക്കും. എനിവേ, ഈ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സിനെ ഇൻവിവോ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഷുഗർ, ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ നമ്മൾ ഭക്ഷണത്തിലുണ്ടല്ലോ, ഈ ഷുഗർ അതുപോലെ തന്നെ പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് അത് പലതരത്തിലുള്ള പ്രോട്ടീൻ കോമ്പൗണ്ട്സും ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അമിനോ ആസിഡിന്റെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സും ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. അതിന്റെ പേരാണ് ഏജസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ്. ഇത്തരം അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്ന് ഏജ് ആവാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് കാരണമാവുന്നുണ്ട്. അപ്പൊ നമുക്ക് മുഖത്ത് കാണുന്ന ചുളിവുകൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മുഖത്ത് കാണുന്ന ചുളിവുകൾ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രായം പറഞ്ഞാൽ പോരാന്ന്. നമ്മൾ അതിന്റെ ശരീരത്തിനകത്തുള്ള മസിൽസിന്റെയും ഒക്കെ അളവ് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ആണെങ്കിൽ കൂടി ഈ കാഴ്ചയില് സ്കിന്നിന് ഉണ്ടാവുന്ന ചുളിവുകളൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു ഗ്ലൈക്കേഷന്റെ റിസൾട്ടാണ്. ഓക്കെ, സോ എന്താണ് ശരിക്കും ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ മോളിക്യൂൾസ്, പ്രോട്ടീൻ, ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ് തുടങ്ങിയ
ശരീരത്തിനകത്തുള്ള കോമ്പൗണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് പ്രോട്ടീനും ഫാറ്റും ഒക്കെ ആയിട്ട് കമ്പൈൻ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കേഷൻ ശരീരത്തിനകത്ത് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മോളിക്യൂൾസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, ചില തരത്തിലുള്ള സ്വീറ്റ്സ് ഇല്ലേ, ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മധുരം അതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം, അതല്ലാതെ ആ സാധനം ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് മധുരത്തിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇങ്ങനെ ഈ മുക്കിയെടുക്കുന്ന സമയത്ത് അതിന് മുകളിൽ മുഴുവൻ ഷുഗർ പറ്റിപ്പിടിക്കുന്നില്ലേ? ഈ പറ്റിപ്പിടിക്കുന്ന ഷുഗർ അതിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തും ഇതുപോലെ പലതരത്തിലുള്ള പ്രോട്ടീനോ ആയിട്ടോ ഫാറ്റോ ആയിട്ടോ ഒക്കെ പറ്റിപ്പിടിക്കും. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഷുഗർ മോളിക്യൂൾ ആ പ്രോട്ടീന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ആകൃതി, അതിന്റെ ടെക്സ്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തുന്ന സമയത്ത് പെർട്ടിക്കുലർലി ഇവിടെ ഇപ്പൊ കൊളാജന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, കൊളാജൻ, എലാസ്റ്റിൻ നമ്മുടെ ശരീരത്തിനകത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ നമ്മുടെ സെൽവാളിനകത്തുണ്ട്. സെൽവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശഭിത്തിയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ട്, അതുപോലെ തന്നെ ഒരുവിധം എല്ലാ കോമ്പൗണ്ട്സും എല്ലാ കോശങ്ങളും നിർമ്മിച്ചിരിക്കുന്നതിന് ഈ കൊളാജൻ, എലാസ്റ്റിൻ വേണം. അത് ഫൈബേഴ്സ് രൂപത്തിലാണ്, അത് തീർച്ചയായിട്ടും വേണം. സോ ഷുഗർ മോളിക്യൂൾ ഇവിടെ കൊളാജനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കൊളാജൻ അതിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ആ ടെക്സ്ചറും ഒക്കെ വിട്ടുകളയും, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കും. എന്നിട്ട് അത് ഒരുപക്ഷെ ബ്രിട്ടിലാവും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന രീതിയിലേക്ക് എത്തും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോഴാണ് പലപ്പോഴും അത് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ കാണാൻ പറ്റുന്നത് പെർട്ടിക്കുലർലി സ്കിന്നിന് ഏജ് വരുന്നത് ഒക്കെ പറഞ്ഞില്ലേ, അത് ഇവിടെ ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. പൊതുവെ ഇങ്ങനെയുള്ള ഗ്ലൈക്കേഷൻ നടന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ മാറിയിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ഇവാലുവേഷനിൽ നമ്മൾ കാണുന്നതാണ്, നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ കാണുന്നത് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്കിന്നിന് സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. ചെറിയ കുട്ടികളുടെയൊക്കെ ചിലപ്പോൾ നമ്മൾ സ്കിൻ തൊട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് പോകും, അതുപോലെ പുറത്തേക്കും വരും അല്ലെ? ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. സോ ഈ ഗ്ലൈക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. നമ്മുടെ ശരീരം ജീവനുള്ളതാണ്. ഈ ജീവനുള്ള ശരീരത്തിൽ ഈ ഷുഗറും കൊളാജനും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഉണ്ടാവുന്ന ചില പ്രത്യേക സ്പീഷീസ് അല്ലെങ്കിൽ ചില സാധനങ്ങളുടെ പേരാണ് ROS അല്ലെങ്കിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ഇത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സും ആയിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രോസസ്സ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിന് റേജസ് എന്ന് പറയാം. ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ശരീരത്തിൽ. പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് പല ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സംഭവിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാം, സ്വെല്ലിംഗ് അനുഭവപ്പെടാം, ഈവൻ നമ്മുടെ ശരീരത്തിന്റെ തന്നെ പ്രതിരോധ വ്യവസ്ഥ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്താം. അത് എഗെയിൻ ഒരു രീതിയിൽ കൂടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ പ്രോട്ടീൻ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ ഈ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രത്യേകിച്ച് സെല്ലിന് പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? ഹോർമോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഹോർമോൺസ് നമ്മുടെ കോശത്തിനകത്തുള്ള റിസപ്റ്റർ മോളിക്യൂൾസ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസപ്റ്റർ മോളിക്യൂളിനെയോ അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രോട്ടീനെയോ അത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാമേജിന് ശേഷം ഹോർമോണിന് ശരിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏജസിന്റെ ഒരു പ്രധാന ദോഷവശം. സോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന്റെ പലതരത്തിലുള്ള അവയവങ്ങളെയും അത് ബാധിക്കും. പ്രത്യേകിച്ച് പാൻക്രിയാസ് അല്ലെങ്കിൽ ബ്രെയിൻ, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, ലിവർ, കിഡ്നി, അതുപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂ. അതുപോലെ തന്നെ വൈറ്റ് ആഡിപ്പോസ് ടിഷ്യൂ ആണ് സാധാരണഗതിയിൽ വെയിറ്റ് വളരെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. അതാണ് ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കേണ്ടത്, പക്ഷെ അതിന്റെ പ്രോസസ്സ് ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാം, വാസ്കുലർ സിസ്റ്റം, കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ഇങ്ങനെയുള്ള സിസ്റ്റത്തിനൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിന് HbA1c ആയിട്ട് ബന്ധം? ഞാൻ HbA1cയിലല്ലേ തുടങ്ങിയത്. HbA1cയിൽ തുടങ്ങിയിട്ട് ഗ്ലൈക്കേഷനിലേക്ക് പോയി. എന്തിനാണ് ഇങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും അഫക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കേഷൻ. ഇതേ ഗ്ലൈക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട അളവുകോൽ നമുക്ക് HbA1c ആയിട്ട് കണക്കാക്കാം. എങ്ങനെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ട്. ഈ രക്തമാണ് ഒഴുകി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം അല്ലെ നമ്മുടെ ശരീരത്തിനകത്ത്. ഈ രക്തം വെറും രക്തമല്ല, അതിന് ജീവനുണ്ട് അല്ലെ, രക്തകോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ കൂടാതെ ഇതിനകത്ത് പ്രത്യേകിച്ചും RBC, WBC, ചുവന്ന രക്താണുക്കൾ, അതുപോലെ തന്നെ വെളുത്ത രക്താണുക്കൾ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ, ഇത്രയും കോമ്പണൻസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഈ പ്ലാസ്മ ഒഴികെ ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ജീവനുള്ളതാണ്. അതുപോലെ പ്ലാസ്മയിലും കുറച്ചൊക്കെ ജീവനുള്ള കോശങ്ങൾ ഉണ്ടാവും.
ഈ പ്ലാസ്മയിൽ അപ്രോക്സിമേറ്റ്ലി 90% വെള്ളം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് അമിനോ ആസിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കോമ്പൗണ്ട്സും അതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആൽബുമിനും അതുപോലെ തന്നെ ഗ്ലോബുലിനും മറ്റ് തരത്തിലുള്ള പ്രോട്ടീൻ കോമ്പൗണ്ട്സ്. എന്തിനാ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ. ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിൽ ഈവൻ ഷുഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളായിക്കോട്ടെ ഏതെങ്കിലും ഒരു സാധനത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് ആണ്. അപ്പൊ ഈ ബ്ലഡില് പ്രധാനമായിട്ട് RBC ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് RBC എന്ന് വെച്ചാൽ ചുവന്ന രക്താണുക്കൾ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്നു, എന്നിട്ട് അത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, അത് തിരിച്ച് ശ്വാസകോശത്തിലേക്ക് എത്തിച്ചിട്ട് പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള RBCയുടെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 120 ഇയർ. ഈ RBC തന്നെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. RBCയിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ഹീം ഗ്ലോബിൻ. ഇങ്ങനെയുള്ള ഒരു രണ്ട് ഘടകങ്ങൾ കൂടിയതാണ്. ഹീം എന്ന് പറയുന്ന അയൺ പാർട്ടാണ്, ഗ്ലോബിൻ എന്ന് പറയുന്നത് അതിലത്തെ പ്രോട്ടീൻ പാർട്ടാണ്. ഈ രണ്ട് പാർട്ടും കമ്പൈൻ ചെയ്തിട്ട് ആക്ച്വലി ഗ്ലോബുലാർ പ്രോട്ടീൻ എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പൊ ഈ ഗ്ലോബിനും ഹീമും കൂടിയിട്ട് അത് ആൽഫ ചെയിനും ബീറ്റ ചെയിനും ഒക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയത് അതുപോലെ തന്നെ ഓക്സിജൻ കൂടിയത്. ഇതിൽ ഏതാണ് അതിനനുസരിച്ചിട്ടാണ് ഈ ആൽഫ ചെയിനും ബീറ്റ ചെയിനും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവും അല്ലെ. ഇതിൽ കുറച്ചെങ്കിലും ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴേ എന്ത് സംഭവിക്കും, നമുക്ക് അനീമിയ ഉണ്ടെന്ന് പറയും, വളർച്ച. അപ്പോഴാണ് ക്ഷീണം കൂടുതലായിട്ടൊക്കെ തോന്നുന്നത്. സോ ഈ ഹീമോഗ്ലോബിനിലത്തെ ഹീം പാർട്ട് കൂടാതെ പ്ലാസ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ തന്നെ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ പ്രധാനമായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ആൽബുമിനാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ഏകദേശം 55% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓങ്കോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കോശങ്ങൾക്കും അതുപോലെ തന്നെ ബ്ലഡിനും ഇടയിലുള്ള ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതിലെ ഷുഗർ ആണ് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഷുഗർ കൂടാതെ മറ്റു പല സാധനങ്ങളും ഇല്ലേ, അപ്പൊ ഇതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ മരുന്നുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്താണ്, ഈ ആൽബുമിനാണ്. അതുപോലെ അതിന് സ്വന്തമായിട്ട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. pH ബഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡിന്റെ ഒരു pH ഉണ്ട് 7.4, ഈ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാപ്പിലറി പെർമിയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. രക്തക്കുഴല്, ചില കുഴലുകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, ചിലത് ലോമികകൾ എന്ന് പറയും, വളരെ നേർത്തതാണ്. ഇത്രയും നേർത്ത ലോമികകളിൽ കൂടി നമ്മുടെ ശരീരത്തിൽ മുകളിലേക്കും താഴേക്കും ഒക്കെ ബ്ലഡിന് ഒരേപോലെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇതിന് കാപ്പിലറി പെർമിബിലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞ RBC അതിന്റെ സെൽവാള് കോശഭിത്തി തിക്കായിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടിൽ ആവുന്നുണ്ടെങ്കിൽ അതിന് ചെറിയ സുഷിരങ്ങളിൽ കൂടി അല്ലെങ്കിൽ ചെറിയ ലോമികകളിൽ കൂടി കോശങ്ങളിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിൽ എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് എത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മുടെ എനർജി അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നത് വളരെ സ്ലോ ആവുകയാണ് ചെയ്യുക. ഇതുകൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ ആൽബുമിൻ ഉണ്ടാക്കുന്നത് ആരാണ്? ലിവറാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം ഈ പ്രോട്ടീനുകളിലൊക്കെ മാക്സിമം ഉണ്ടാക്കുന്നത് ലിവർ തന്നെയാണ്. സോ ഇവിടെ ഈ ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ അതുപോലെ തന്നെ മറ്റ് ചില റെഗുലേറ്ററി പ്രോട്ടീൻസ് ഉണ്ട്. അത് ജീൻ എക്സ്പ്രഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഉണ്ട് ഇത് ഫൈബ്രിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഫൈബ്രിനോജൻ പറഞ്ഞില്ലേ, ഫൈബ്രിനോജന് ഫൈബ്രിൻ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്നത്. ആ ഒരു കോഗുലേഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്ലാസ്മ പ്രോട്ടീൻ. സോ രക്തത്തിൽ ഇത്തരം കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, രക്തത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഗ്ലൂക്കോസ് ഈ പ്രോട്ടീനുകളുമായിട്ടും ഒക്കെ കമ്പൈൻ ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ ഫങ്ഷൻ, അതിന്റെ ടെക്സ്ചർ ഒക്കെ വ്യത്യാസം വരുത്തില്ലേ. അങ്ങനെ വ്യത്യാസം വരുത്തുമ്പോൾ അത് ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുമ്പോൾ അതിനെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. അത് ആൽബുമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ആൽബുമിൻ എന്ന് പറയും. സോ എവിടെയാണോ ആ പ്രോസസ്സ് നടക്കുന്നത് അവിടെയൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാം. പക്ഷെ ഇവിടെ ഈ ലിവിങ് സെൽ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBCയിൽ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോശങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, സോ ആൽബുമിൻ എന്ന സാധനത്തിലാണ് ഗ്ലൈക്കേഷൻ നടക്കുന്നതെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവാം, ഇൻക്ലൂഡിങ് മരുന്നിന്റെ എഫക്ട് പോലും ശരിയായിട്ട് നടക്കണമെന്നില്ല, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് നടക്കണമെന്നില്ല,
ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ശരിയായ രീതിയിൽ ന്യൂട്രീഷൻ, ടോക്സിൻ എല്ലാ സബ്സ്റ്റൻസസും വരും കേട്ടോ, ഗുണമുള്ളതും ദോഷമുള്ളതും ഒക്കെ. കാരണം എല്ലാ സാധനങ്ങളും ഈ നമ്മുടെ കഴിക്കുന്നത് കോശങ്ങളിലേക്ക് എത്തുന്നതും കോശങ്ങളിൽ ഉള്ള വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതും ഒക്കെ ഇതേ ആൽബുമിന്റെ ഹെൽപ്പോടെ കൂടിയിട്ടാണ്. സോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കണം എന്നില്ല അവിടെ ഗ്ലൈക്കേഷൻ നടക്കുമ്പോൾ. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഗ്ലൈക്കേഷൻ ബ്ലഡിൽ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സാധനം എന്താണ്? ഹീമോഗ്ലോബിൻ. സോ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം. നോർമലി നമ്മുടെ ഹീമോഗ്ലോബിനിൽ ഗ്ലൈക്കേഷൻ നടക്കുന്ന സമയത്ത് HB എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ, A1C, HbA1c, ഈ ഹീമോഗ്ലോബിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ആൽഫ, അതിന്റെ കൂടെ A, B, C ഇങ്ങനെ 3 തരത്തിലുള്ള HbA1A, HbA1b, HbA1c ഇങ്ങനെ 3 തരത്തിലുള്ള ഗ്ലൈക്കേഷൻ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ട് കുറച്ചു കാലം അതുപോലെ നിലനിൽക്കുന്ന ഒരു സാധനം HbA1c ആയതുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിനെ പൊതുവെ HbA1c എന്ന് പറയുന്നത്. HbA1cക്ക് ഒരു പ്രത്യേക ചാർട്ട് ഉണ്ട് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രാബല്യത്തിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് കാലത്ത് അല്ലെങ്കിൽ ഈവൻ ഞാൻ സർവീസിലുള്ള സമയത്ത് ഒക്കെ തന്നെ അവിടെയൊക്കെ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടക്കും. മെഡിക്കൽ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ മെഡിക്കൽ ആണ്. ഈ ഒരു ആനുവൽ മെഡിക്കലിന് നമ്മുടെ ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ PP ബ്ലഡ് ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഈ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഡൗട്ടിലുള്ള അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളിൽ വളരെ മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ തലേന്ന് ദിവസം രാത്രിയിൽ ഒന്നും പ്രത്യേകിച്ച് കഴിക്കില്ല. പിറ്റേന്ന് രാവിലെ പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അയാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ലെവലിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു ബുദ്ധി അവർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, ഇത് ഇപ്പോഴും റീസെന്റ് നടന്നതല്ല, ഇത്തരം കാര്യങ്ങൾ മുമ്പും നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം ആൾക്കാരിൽ പിന്നീട് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായി കണ്ടു തുടങ്ങിയപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കുറച്ചുകൂടി എളുപ്പത്തിൽ നിന്ന് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് മെഡിക്കൽ സയൻസ് ഈ ഒരു HbA1c ടെസ്റ്റിലേക്ക് എത്തിയത്. HbA1c ടെസ്റ്റിൽ നമുക്ക് 120 ദിവസത്തെ ആവറേജ് ബ്ലഡ് RBC ലൈഫ് 120 ദിവസമാണല്ലോ. അപ്പൊ ഈ 120 ദിവസത്തെ ബ്ലഡ് ഷുഗർ RBC ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഏത് ലെവലിൽ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ആവറേജ് ആണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിന് ഒരു പെർസെൻറ്റേജ് ലെവൽ വെച്ചിട്ടാണ് നോക്കുന്നത്. 5.7 മുതൽ 6.5 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു രീതിയിലാണ് നമുക്കിതിനെ എടുക്കാൻ പറ്റുന്നത്. ഇതില് നോർമൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 4 മുതൽ 5.7 വരെയൊക്കെയുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ HbA1c ലെവൽ നോർമൽ ആണെന്ന് പറയും. പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രമേഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നത് 5.7 മുതൽ 6.4 വരെയാണ്. ഡയബറ്റീസ് ആണെന്ന് പറയുന്നത്, പ്രമേഹം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 6.5% മുകളിലുള്ള ആളിലാണ്. സോ ഈ ഒരു HbA1c കൂടുതലാവുന്ന സമയത്ത് നമുക്ക് എഫക്റ്റ് ആവുന്ന പ്രധാനപ്പെട്ട ചില ഓർഗൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മുടെ രക്തക്കുഴലുകളിലാണ് ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രിട്ടിലാവും, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. രക്തസമ്മർദ്ദം കൂടാം. കണ്ണിനാണെങ്കിൽ കാറ്റാക്ട് പോലെയുള്ള പ്രശ്നങ്ങൾ, തിമിരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ന്യൂറോൺസിനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക് ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ സംവേദനശീലം അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഇഷ്യൂ നമുക്ക് കുറയാം. സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പുനെസ് ഒക്കെ ആണെങ്കില് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെട്ടെന്ന് നമ്മുടെ കാൽക്കുലേഷൻസിൽ അല്ലെങ്കിൽ റെസിപ്രോക്കേഷൻ എന്ന് പറയും, നമ്മുടെ മനസ്സും ശരീരവും ഒരേ കോർഡിനേഷനിൽ വർക്ക് ചെയ്യേണ്ട ചില സമയങ്ങളിൽ അത് നേരെ വർക്ക് ചെയ്യാതിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നെഫ്രോൺസ് എന്ന് പറയുന്നത് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ നെഫ്രോൺസിനെ എഫക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നത് ഈ ഒരു HbA1c ഹയർ ലെവലിൽ നിൽക്കുന്ന സമയത്താണ്. HbA1c 90, ഇതിനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90 ആയിരിക്കും. അതുപോലെ തന്നെ 6 ആണെങ്കിൽ ഒരു 120 നമ്മുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ. 7% എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 150 അടുത്ത് വരും. 8% എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 180 ആയിരിക്കും നമ്മുടെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ. അത് തന്നെ 10 എന്ന് പറയുമ്പോൾ 240 മുകളിലേക്ക് പോയി നമ്മുടെ ബ്ലഡ് ഷുഗർ. 14 എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ 360 മുകളിൽ പോയി. ഇതൊരു ആവറേജ് കാൽക്കുലേഷൻ ആണ്. ഈ ഒരു ആവറേജ് കാൽക്കുലേഷൻ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് മാക്സിമം സമയങ്ങളിലും കൂടുതൽ ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നത് കൊണ്ട് RBCയെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനെ ഇത് ഇത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഈ ഒരു 4 ഓർഗൻസിൽ മാത്രമായിട്ട് ഇത് നിർത്തരുത്.
എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരത്തെ ഞാൻ ആൽബുമിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള പ്ലാസ്മയിനകത്തുള്ള മറ്റു പല പ്രോട്ടീനുകളെ പറ്റിയും പറഞ്ഞു, ഫാറ്റ്, പല സാധനങ്ങളും ഇതിനകത്തുണ്ട്. ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഇത് എഫക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, അത് ഏത് ലെവലിലേക്ക് എത്തുന്നുണ്ടാവും. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു HbA1c മാത്രമാണെന്നേ ഉള്ളൂ. പക്ഷെ HbA1cയെ മാത്രം, ഹീമോഗ്ലോബിനെ മാത്രമാണോ ഷുഗർ എഫക്ട് ചെയ്യുന്നുണ്ടാവുക? അല്ല, എല്ലാ കോശങ്ങളെയും എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പലതരത്തിലുള്ള സന്തുലനാവസ്ഥയ്ക്കും അപകടം സംഭവിക്കാം. ഹോർമോണുകളെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹോർമോണിന്റെ റിസപ്റ്ററുകളെ എഫക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ടെസ്റ്റ് ആണ് HbA1c. ഇതിനെ ചെറുതായിട്ട് കാണരുത്. ജസ്റ്റ് ഒരു പ്രമേഹം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പ്രമേഹത്തിന് പൊതുവെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരുന്ന്, അല്ലെങ്കിൽ കലോറി ഫുഡ് ഒന്നും തന്നെ കഴിക്കാതെ പിറ്റേന്ന് രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും നല്ലത്. രാവിലത്തെ സമയമാണ് FBS ഒക്കെ ചെക്ക് ചെയ്യാൻ, FBS കൊളസ്ട്രോൾ ലെവൽ ഒക്കെ ചെക്ക് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. സോ ആ സമയത്ത് നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മൾ FBSന് ചെക്ക് ചെയ്യുന്നത്. സോ അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അതേ സമയത്ത് HbA1c നമുക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. കാരണം അത് ഒരു ആവറേജ് ആണ് എടുക്കുന്നത്. 3 monthsന്റെ ആവറേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ലൈഫ്, RBCയുടെ ലൈഫ് 120 ദിവസം ആയതുകൊണ്ട് ആ 3 to 4 monthsന്റെ ആവറേജ് ആണ് വരിക. ബട്ട് ഒരു 3 months എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറൊരു ഡോക്ടർ പറയുമ്പോൾ വീണ്ടും പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ തന്നെ മതി. ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഈവൻ അയാൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നല്ല ഭക്ഷണം, നല്ല വ്യായാമം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉറക്കം, നല്ല മാനസിക സ്ഥിതി, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഈവൻ 3 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താലും മതി. പക്ഷെ ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ ഒരുപക്ഷെ എല്ലാവർക്കും ഇത് അഷർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ തീർച്ചയായിട്ടും ഒരു 45 വയസ്സ് കഴിഞ്ഞ ഒരാൾ HbA1c ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ പ്രിക്ക് വെച്ചിട്ടൊക്കെയുള്ള, അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന പലതും വന്നിട്ടുണ്ട്. പക്ഷെ അത്തരം ഉപകരണങ്ങളിലേക്ക് അല്ലാതെ ഒരു ലാബിൽ പോയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ ആക്യുറസി എത്രയാണ്? HbA1c 6 എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടെസ്റ്റിന്റെ ആക്യുറസിയും അത്ര 100% നമുക്ക് ലാബ് ടു ലാബ് ഡിപ്പെൻഡ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് 6 നമ്മളുടെ 6% ആണ് HbA1cയുടെ റിസൾട്ട് കാണിക്കുന്നെങ്കിൽ ഒരു 5.5 മുതൽ 6.5 വരെ കണക്കാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയബറ്റിക് സ്റ്റേജിലും എത്തിയിട്ടുണ്ടാവാം, അതല്ല താഴേക്കും അയക്കാം. സോ അതിന്റെ കോറിലേഷൻ വരുന്നത് എവിടെയാ? നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയലും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ്. സോ ഇവിടെ HbA1c ഡയബറ്റീസിനെ പറ്റി മാത്രം നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്യുറസിയുടെ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് കൂടാതെ മറ്റു പല കണ്ടീഷൻസും ഇതിനെ എഫക്ട് ചെയ്യും. ഉദാഹരണത്തിന് അനീമിക് ആയിട്ടുള്ള ഒരാൾ, അനീമിയയുടെ ആണെങ്കിൽ ഓൾറെഡി അയാളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണ്. സോ അയാളുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ഹീമോഗ്ലോബിനായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സ്പേസ് കുറവല്ലേ? സോ അതുകൊണ്ട് അതിനെ എഫക്ട് ചെയ്യാം. അതുപോലെ തന്നെ വെരി ഹൈ ഹ്യൂമിഡിറ്റിയോ അതുപോലെ തന്നെ വെരി ലോ ടെമ്പറേച്ചറോ ഒക്കെയുള്ള സിറ്റുവേഷൻസിലും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് വരാം. കാരണം ഈ ഒരു ഗ്ലൈക്കേഷൻ പ്രോസസ്സ് മൊത്തത്തിൽ നടക്കുന്നതേ നമ്മുടെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടിയാണ്. സോ അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവാം, വേരിയേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് ചില കണ്ടീഷൻസ്, പ്രഗ്നൻസി പോലെയുള്ള കണ്ടീഷൻ, അതുപോലെ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ്, ഇതിലൊക്കെ നമുക്ക് ഈ HbA1c ടെസ്റ്റിന്റെ റിസൾട്ട് 100% ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടെസ്റ്റിനെ ജസ്റ്റ് ഒരു ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് കാണുന്നതിന് പകരം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ഒരു HbA1c, സപ്പോസ് ഇന്ന് നമ്മുടെ HbA1c 6 ആണെങ്കിൽ അതിനെ അടുത്ത ഒരു 6 മാസം കൊണ്ട് 5.5 അല്ലെങ്കിൽ 5.4 ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. HbA1c ടെസ്റ്റ് റിസൾട്ട് 4.5 അല്ലെങ്കിൽ 4 താഴേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ പൊതുവെ വളരെ ക്ഷീണിതനായിരിക്കും. കാരണം അയാളുടെ ശരീരത്തിൽ ഷുഗർ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അയാൾ മെലിഞ്ഞ ശരീരമൊക്കെ ആവാൻ സാധ്യത കൂടുതലുണ്ട്. മസിൽസിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം മസിൽസ് ആണ് ഷുഗർ യൂസ് ചെയ്യുന്ന ഒരു പ്രധാന ഓർഗൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല കോറിലേഷൻസും നമ്മൾ ഇതിന്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ ആരോഗ്യകരമായ ഒരു ജീവിത രീതി പാലിച്ചു കഴിഞ്ഞാൽ, നല്ല വ്യായാമം, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 30 to 45 മിനിറ്റ്സ് വ്യായാമം ചെയ്യുന്നത് HbA1c തമ്മിൽ എന്താ ബന്ധം? തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഷുഗർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെറുതെ കറങ്ങി നടക്കാനല്ല രക്തത്തിൽ കൂടെ, അത് ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വ്യായാമം. സോ അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ
ഉറക്കം, തീർച്ചയായിട്ടും നമ്മൾ ശരീരത്തിൽ ഷുഗർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റും ആവശ്യമുണ്ട്. അതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല മാനസിക സ്ഥിതി, കാരണം സ്ട്രെസ് നമ്മുടെ മസിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു 4 പില്ലേഴ്സിൽ ഊന്നിക്കൊണ്ട് തന്നെ HbA1c നമ്മൾ നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. HbA1c ഈവൻ ഇതുവരെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ചാറ്റിൽ ഇടാം എത്രയാണ് എന്റെ HbA1c എന്നുള്ളത് ഇടാം. എന്നിട്ട് അതിനെ കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു ഘടകങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.